ഹലോ ഗൈസ്, പൊങ്കാല വിശേഷങ്ങൾ തുടരുകയാണ്. ഇപ്പോൾ സമയം രാവിലെ 4:25. ഇന്ന് പൊങ്കാല നമ്മുടെ 3-ാം ദിവസമാണ്. ഇന്ന് ഉത്സവം തീരുന്ന ദിവസം കൂടെയാണ്. അപ്പൊ ഇന്നത്തെ കാര്യം എന്താണ്? നമുക്ക് ദേവിയെ കാണാം. ആനപ്പുറത്ത് എത്തിയ ദേവി ആറ്റുകാൽ അമ്പലത്തിൽ നിന്ന് നേരെ മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്കാണ് പോവുക. ആ പോകുന്ന വഴിയിലുള്ള വീടുകളും സ്ഥാപനങ്ങളും എല്ലാം അലങ്കരിച്ച് അവിടെ ഭയങ്കര വമ്പൻ സ്വീകരണമാണ് ഇവർക്ക് കൊടുക്കുന്നത്. കൂടെ ഈ പറഞ്ഞ പോലെ താലപ്പൊലിയുണ്ട്, പിന്നെ കുത്തിയോട്ട ബാലന്മാരും എല്ലാവരുടെ തീവെട്ടിയും അങ്ങനെയുള്ള സകല ആഘോഷങ്ങളുമായിട്ടാണ് ദേവി ശാസ്താവിന്റെ അമ്പലത്തിലേക്ക് പോകുന്നത്. ആ കാഴ്ചകളാണ് നിങ്ങളിപ്പോ കാണുന്നത്. ഞങ്ങൾ ഇത്രയും വെളുപ്പിന് എന്ത് ചെയ്യാന്നറിയണ്ടേ? അതിനി പറയാം. ഈ ദേവിയെ ഒരു നോക്ക് കണ്ടിട്ട് ഇനി ഞങ്ങൾ തിരുവനന്തപുരം സിറ്റിയിലേക്ക് പോവാണ്. ഈ വെളുപ്പിനോ? അതാണ്, കാത്തിരുന്ന് കാണാം. എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഞാൻ പറയാം. അതുവരെ നിങ്ങൾ ഉത്സവ കാഴ്ചകളൊന്നും കാണും. എല്ലാരും ദേവിയെ കണ്ടല്ലോ, മനസ്സ് നിറഞ്ഞ് തൊഴുതോളൂ. ഭക്തരുടെ വിളി കേൾക്കുന്ന ദേവി തന്നെയാണ് ആറ്റുകാൽ ദേവി. അമ്മ എല്ലാവർക്കും ആവശ്യത്തിനുള്ള അനുഗ്രഹങ്ങൾ നൽകി എല്ലാവരെയും പരിപാലിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇവിടെ തീവെട്ടിയില് എണ്ണയൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ കത്തിച്ച് അകമ്പടിയായി ചെണ്ടമേളവും പക്കമേളവും പാണ്ടിമേളവും എല്ലാം ഉണ്ട്. അങ്ങനെ ഒരു വമ്പൻ ആൾക്കൂട്ടം തന്നെ റോഡ് സൈഡിലുണ്ട്. ഇനി ഞങ്ങൾ മെല്ലെ മുന്നോട്ട് നീങ്ങുകയാണ്. എല്ലാവരും ദേവിയുടെ വരവും പ്രതീക്ഷിച്ച് അക്ഷമരായി കാത്തു നിൽക്കുന്നു. വഴിയോരത്തെ സ്വീകരണ ഡെക്കറേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. എല്ലാവരും ദേവിയുടെ വരവിനായി ഈ സമയത്തും കാത്തിരിക്കുകയാണ്. റോഡ് മുഴുവനും ആൾക്കാരും ബഹളവും തന്നെയാണ്. അപ്പൊ ഞങ്ങളിനി ആ തിരക്കിന്ന് മെല്ലെ മുന്നോട്ട് നടന്നു. ഇനി ഞങ്ങളുടെ ലക്ഷ്യം എന്താന്ന് വെച്ചാ, ഒന്ന് കാത്തിരുന്നോളൂ. ഒരു സെക്കൻഡ് കാത്തിരുന്നാൽ മനസ്സിലാവും ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത് എന്നത്. ഒരു മയിൽ വാഹനനെ കാണാം. അപ്പൊ ഈ സമയം ഒരു 4:45 എന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല. അത്രയധികം ആളുകൾ റോഡിലുള്ളത് കൊണ്ട് എല്ലാവരും ഈ സമയം ഉണർന്നിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. ദേവിയെ കാണാനും ദേവിക്ക് സ്വീകരണം കൊടുക്കാനുമായിട്ട് അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറി. രാവിലെ 4:50 സമയം. ആ സമയത്ത് തിരുവനന്തപുരം സിറ്റി കൂടെ ഓട്ടോറിക്ഷയിൽ അടിച്ചു പൊളിച്ച് എങ്ങോട്ട് പോവുകയാണെന്ന് കാണിക്കാം. ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. നല്ല ലൈറ്റുകളൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അമ്പലം തുറന്നിട്ടുണ്ട്. ആളുകളൊക്കെ അമ്പലത്തിന് ചുറ്റുമുണ്ട്. ആദ്യം അറിയാലോ, ഗണപതി ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? തേങ്ങ വാങ്ങിക്കണം. തേങ്ങ വാങ്ങിക്കാനായി സൈഡിലെ കടയിലേക്ക് നമുക്ക് നീങ്ങാം. സാധാരണ അവിടുന്ന് നമ്മൾ തേങ്ങ വാങ്ങുമ്പോൾ ചെരുപ്പും കൂടെ അവിടെ തന്നെ വെച്ചിട്ടാണ് പോകുന്നത്. തേങ്ങ വിൽക്കുന്ന ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. എല്ലാരും വിളിച്ച് കച്ചവടം നടത്തുവാണ്. ഇന്ന് നമ്മുടെ ബോണി കച്ചവടമാണോന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ആവശ്യത്തിലുള്ള തേങ്ങയൊക്കെ വാങ്ങിച്ച് അവിടെ ചെരുപ്പ് ഉപേക്ഷിച്ച് ഞങ്ങള് നേരെ അമ്പലത്തിലേക്ക് പോവാണ്. ഇനി അമ്പലത്തിനകത്തേക്ക് ഫോൺ അലൗഡ് അല്ലാത്ത കൊണ്ട് ഞാൻ ഫോൺ ഓഫാക്കി ഇടും. അമ്പലത്തിലെ പ്രസാദമൊക്കെ കിട്ടി പുറത്തിറങ്ങി ഗണപതിക്ക് തേങ്ങ ഉടച്ചു. വിഘ്നങ്ങളെല്ലാം മാറ്റാനായി പ്രാർത്ഥിച്ചു. ഇനി നമുക്ക് ഓട്ടോയുടെ ആവശ്യമില്ല. ഇനി നമ്മൾ നടന്നാണ് പോകുന്നത്. എന്തായാലും അമ്പലത്തിന്റെ ഒരു വ്യൂ ഒക്കെ നിങ്ങൾ കണ്ടോളൂ. വെളുപ്പിന് ഈ സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അമ്പലത്തിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഈ അമ്പലത്തിലൊക്കെ ആദ്യമായിട്ട് ഈ സമയത്ത് വരുന്നത്. അതുകൊണ്ട് നല്ല ലാവിഷായിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. ഫോണിൽ സ്പേസ് ഒക്കെ പ്രശ്നമായിരുന്നു. എന്നാലും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ എടുക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് തന്നെ എടുത്തു. ഇനി ഞങ്ങള് മുന്നോട്ട് നടക്കുകയാണ്. എങ്ങോട്ടാണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടേക്കണേ. വിജനമാണ് ഏറെക്കുറെ, എന്നാലും കുറെ സ്ത്രീകളൊക്കെ കാണാം. സ്ത്രീകളുടെ പ്രത്യേക ദിവസങ്ങളായതുകൊണ്ട് സ്ത്രീകളൊക്കെ എല്ലാം ഇവിടെ റോഡിലുണ്ട്. ഞങ്ങള് മുന്നോട്ട് നടക്കുകയാണ്. ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല, ഇരുട്ട് തന്നെയാണ്. അങ്ങനെ മുന്നോട്ട് നടന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് തിരുവനന്തപുരക്കാർക്ക് വല്ല പിടിയും കിട്ടിയോ? സ്ഥലം മനസ്സിലായിട്ടുണ്ടോ എവിടാന്നുള്ളത്? കൊല്ലം സുപ്രീമിന്റെ ഷോപ്പൊക്കെ കാണാം. രാമചന്ദ്രൻ
കണ്ടു. ഇനി ഇവിടെ എന്താണുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞോളൂ ആലോചിച്ച്. ചില കടകളൊക്കെ തുറന്നിട്ടുണ്ട്, ചെറിയ തോതിൽ കച്ചവടങ്ങളൊക്കെ ആയി തുടങ്ങുന്നു, സാധനങ്ങളൊക്കെ നിരത്തി വരുന്നുണ്ട്. നേരെ ഇങ്ങനെ മുന്നോട്ട് പോയി അവിടെയുള്ളൊരു ഹനുമാൻ കോവിൽ ആദ്യം ഒന്ന് തൊഴുതു. ഇനി നമ്മൾ മുന്നോട്ടേക്ക് പോവാണ്, വീണ്ടും മുന്നോട്ടേക്ക്. ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല, ദൂരെ കാഴ്ച കാണുന്നുണ്ട്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണും ഞങ്ങൾ എങ്ങോട്ടേക്കാ പോകുന്നതെന്ന്. അതെ, ഇനി പത്മനാഭ സ്വാമിയാണ് ഞങ്ങളുടെ ലക്ഷ്യം. 6-നും 7-നും ഇടയ്ക്കുള്ള ദർശന സമയത്ത് ടോക്കൺ എടുത്തു വെക്കാൻ ഒരു കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ്. വഴിയിൽ നമ്മുടെ പത്മതീർത്ഥക്കര ശിവപാർവതി ക്ഷേത്രത്തിൽ ഒന്ന് കയറി, അവിടെ ഒന്ന് തൊഴുതു. ഇനി നേരെ പത്മനാഭ സ്വാമിയിലേക്ക്. വഴിയോര കാഴ്ചകൾ. പതുക്കെ നേരം വെളുത്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ ഈ നേരം വെളുപ്പിനെ അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുന്നത്. സാധാരണഗതിയിൽ മടിച്ചാൽ ഞാൻ ഇതിനൊന്നും പോവാറില്ല, പക്ഷെ ഇതൊരു പ്രത്യേക സാഹചര്യമാണ്. ആ ഒരു ഫീല് അത് അനുഭവിക്കാൻ പറ്റിയ തന്നെ വല്ലാത്തൊരു ഭാഗ്യം. കാഴ്ചകൾ കണ്ടോളൂ. ഈ സമയത്ത് ആദ്യമായിട്ടാണ് ഞാൻ ഗണപതിയുടെ അമ്പലത്തിലും പത്മനാഭ സ്വാമിയുടെ ക്ഷേത്രത്തിലേക്കൊക്കെ വരുന്നത്. പക്ഷെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഈ രാവിലത്തെ ഭഗവാന്റെ ദർശനം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി തന്നെയാണ് അത് തരുന്നത്. അങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു കൂട്ടുകാരിയും കൂടെ ഉണ്ട്, രേഖ ചേച്ചി അവിടെ വരുന്നു പറഞ്ഞുകൊണ്ട് ഇനി കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്ത് ചേച്ചിയും കൂടെ വന്നിട്ട് ഇനി അകത്തേക്ക് പോവുള്ളൂ. അമ്പലത്തിന്റെ അകത്തേക്ക്, ഗേറ്റിന്റെ അകത്തേക്ക്, മതിൽക്കെട്ടിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അറിയാതെ എൻട്രൻസിൽ തന്നെ നമ്മുടെ ഫോണും എല്ലാ സാധനങ്ങളും കൊടുത്തിട്ട് വേണം കയറാനായിട്ട്. പിന്നെ യാതൊരു കണക്ഷനും ഉണ്ടാവില്ല. ഈ ഗേറ്റിങ്കിൽ കുറച്ചു സമയം കാത്തിരുന്നു. പിന്നെ അതിനുശേഷം അകത്തേക്ക് തന്നെ പോവാൻ തീരുമാനിച്ച് ഞങ്ങൾ അകത്തേക്ക് പോവാണ്. അവിടെ ചെന്ന് ഈ ക്ലോക്ക് റൂമിൽ നമ്മുടെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് പോയി ദർശനത്തിലേക്ക് കയറും. ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പൊ ഏതാണ്ട് ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ അവിടുന്ന് പാൽപ്പായസം കൂടെ വാങ്ങിയിട്ടാണ് ഇറങ്ങിയത്, അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. വടക്കേ നടയിൽ കൂടെ പുറത്തിറങ്ങിയത് കൊണ്ട് അമ്പലത്തിന്റെ പല ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ നന്നായി വിശപ്പും ദാഹവും എല്ലാം കൂടെ ആയതുകൊണ്ട് ഇനി അധികം ചുറ്റിക്കറങ്ങാതെ നേരെ വീട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്ത് ഞങ്ങള് ഓട്ടോയിൽ കയറി. ഇനി അവിടെ റോഡ് വീണ്ടും തിരക്കായിരിക്കും, കാരണം ഇനി ശാസ്താവിന്റെ അമ്പലത്തിൽ നിന്ന് തിരിച്ച് ആറ്റുകാലിലേക്ക് പോകുന്ന സമയമാണ്. ദേവിയുടെ എഴുന്നള്ളിപ്പ് ഒന്നും കൂടെ കാണാൻ പറ്റും. ഓട്ടോയില് നമ്മൾ ഇനി മണക്കാട്. രാവിലെ അത്ര നേരത്തെ ഇറങ്ങിയത് കൊണ്ട് എല്ലാ അമ്പലങ്ങളിലും ഞങ്ങൾക്ക് കയറാൻ പറ്റി. 4 അമ്പലങ്ങളാണ് രാവിലെ ഞങ്ങൾ തൊഴുതത്. അതുകൊണ്ട് തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും ഒരു ഫ്രഷ്നെസ്സും ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല ഹാപ്പിയാണ്. പക്ഷേ വിശപ്പും ദാഹവും നന്നായി അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇന്നത്തെ കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. വണ്ടികളൊക്കെ അങ്ങോട്ട് കടത്തി വിടുവോ എന്താണെന്നൊന്നും അറിയില്ല. ചിലപ്പം വഴിയിൽ തന്നെ നമ്മളെ ഇറക്കി വിടും. ഇത്തവണ മൊത്തം അങ്ങനത്തെ അനുഭവങ്ങളാണ്. പറഞ്ഞ പോലെ തന്നെ അവിടെ കുറച്ച് തിരക്കൊക്കെയാണ്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വണ്ടിയൊക്കെ സ്ലോ ഡൗൺ ചെയ്താണ് പോകുന്നത്. മിക്കവാറും അവിടെ റോട്ടിൽ തന്നെ നമ്മൾ ഇറക്കി വിടുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. രണ്ട് സൈഡിൽ നിന്ന് വണ്ടി തിരിച്ചു വിട്ടു. ഇനി 3ാമത്തെ ടേണിങ്ങിൽ എത്തുമ്പോൾ മിക്കവാറും ഞങ്ങൾ അവിടെ ഇറങ്ങേണ്ടി വരും. അങ്ങോട്ടേക്ക് പോകാൻ സാധ്യതയില്ല. കാരണം ഇനി ദേവി ശാസ്താവിന്റെ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ച് ആറ്റുകാലേക്ക് പോകുന്നൊരു യാത്രയുണ്ട്. അതിനും റോഡ് സൈഡ് മുഴുവനും ആളുകൾ ഉണ്ടാവും. സ്വീകരണവും അങ്ങനെ ബാൻഡ് മേളവും ചെണ്ടയും തീവെട്ടിയും എല്ലാം നേരത്തെ പോലെ തന്നെ ഉണ്ട്. പറഞ്ഞ പോലെ തന്നെ റോഡ് സൈഡിൽ തന്നെ ഞങ്ങൾ ഇറക്കി വിട്ടു. ഇനി കുറച്ച് മുന്നോട്ട് നടന്നിട്ട് വേണം വീടിന്റെ അവിടെ എത്താനായിട്ട്. അവിടെ ഇനിയും പ്രൊസഷൻ നടക്കുവാണ്. കയ്യിൽ ഗുണ്ട് വെച്ച് പൊട്ടിക്കുന്ന ചേട്ടനെ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. അതിന്റെ പുറകെ ആനയും എഴുന്നള്ളിപ്പും എല്ലാം തിരിച്ചു വരുന്നുണ്ട്. ശാസ്താവിന്റെ ക്ഷേത്രത്തിൽ നിന്ന് ദേവി നേരെ ഇനി ആറ്റുകാലേക്ക് പോവുകയാണ്. അതിനായി ചെണ്ടമേളവും ആനയ്ക്ക് പോവാനായി റോഡ് നനച്ചു കൊടുക്കുന്നതാണ്. അത്രയും ഭയങ്കരമായ ചൂടാണ്. ദേവിയെ ഒരു നോക്ക് കാണാനായി 2 വശത്തും ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞങ്ങളും. എന്തായാലും ഈ ചെണ്ടമേളമൊക്കെ നിങ്ങളൊന്ന് ആസ്വദിച്ചോളൂ. പുറകിൽ പല കലാരൂപങ്ങളുടെ ഇത് നാനോ അല്ലല്ലോ, മാക്രോ രൂപങ്ങളാണുള്ളത്.
വലിയ വലിയ കഥകളിയും പിന്നെ ഓട്ടംതുള്ളലും അങ്ങനെ പല പല രൂപങ്ങൾ നമുക്ക് പുറകെ കാണാം. ഇതിന്റെ എല്ലാം പുറകിലാണ് ഈ ദേവി വരാൻ പോകുന്നത്. ഒരു 2 മിനിറ്റ് നേരത്തെ കാത്തിരിപ്പ്, പിന്നെ നമുക്ക് ദേവിയെ ഒന്നുകൂടെ തൊഴാം. ചെറുപ്പക്കാരുടെ ഒരു എനർജി കണ്ടില്ലേ, എന്തൊരു രസമല്ലേ. വളരെ ലൈവായിട്ട് ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യുന്ന ഈ കുട്ടികളുടെ ഒക്കെ എനർജി എത്രയായിരിക്കും. എന്തൊരു ഓളമാണ് അതിന്. പുറകിലുള്ള രൂപങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ മ്യൂസിക്കിന്റെ താളം അനുസരിച്ച് എല്ലാവരും ചുവട് വെക്കുന്നുണ്ട്. നമ്മളും അറിയാതെ അനങ്ങി പോവും. അതാണ് അതിന്റെ ഒരു മാജിക്. പോലീസുകാർ അവിടെയും എല്ലാം നേരം നിൽക്കുന്നുണ്ട്. പോലീസുകാരുടെ ഡ്യൂട്ടി ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. എല്ലാവരും വളരെ അധികം ശ്രദ്ധയോടെ അവനവന്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരു പാകപ്പിഴയും എവിടെയും വരാത്ത രീതിയിലാണ് എല്ലാവരും അവനവന്റെ റോള് ഭംഗിയായി ചെയ്യുന്നത്. ഈ ഒരു അവസരത്തിൽ ഒരു പ്രത്യേകമായ കാര്യം പറയാനുള്ളത്, പൊങ്കാല കഴിഞ്ഞുള്ള ക്ലീനിങ് ആണ്. 1 മണിക്കൂറിനുള്ളിൽ എല്ലാ മാലിന്യങ്ങളും എടുത്ത് വൃത്തിയാക്കി നഗരം പഴയതിലും ഭംഗിയായി സൂക്ഷിക്കാനായി ആളുകൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അതിന് നമ്മുടെ തിരുവനന്തപുരം നഗരസഭയ്ക്ക് വലിയൊരു കയ്യടി കൊടുക്കേണ്ടത് തന്നെയാണ്. ഇത്രയധികം ആളുകൾ വന്ന് നഗരം മുഴുവനും അടുപ്പ് കൂട്ടി പൊങ്കാല ഇടുന്നൊരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്ന് അത് എല്ലാം ഞൊടിയിട കൊണ്ട് വൃത്തിയായി. അങ്ങനെ ഒരു സംഭവമേ അവിടെ നടന്നിട്ടില്ല എന്ന മട്ടിലാണ് ഇപ്പം ഉള്ളൊരു കാഴ്ച. ഇത് തെയ്യ രൂപങ്ങളുടെ മാക്രോ രൂപങ്ങൾ നിങ്ങൾ കണ്ടോളൂ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ഇത് എവിടെയും ഇങ്ങനൊരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല. അറിയില്ല, പുതിയ ഉത്സവങ്ങളുടെ ഓരോ പുതിയ പുതിയ കാഴ്ചകളാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊന്നും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ആളുകൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായി തിരക്ക് കൂട്ടുന്നുണ്ട്. മുമ്പിലാണ് പോകുന്നത് കാണാം. 2 വശത്തും ആൾക്കാർ സ്വീകരിക്കാനായി നിൽക്കുന്നുണ്ട്. പുറകെ ആംബുലൻസും അങ്ങനെയുള്ള സന്നാഹങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഇനി നമുക്ക് ക്ലോസപ്പ് ആയിട്ട് ദേവിയെ കാണാം. ദേവിയുടെ തിടമ്പ് ഇനി നേരെ ആറ്റുകാൽ അമ്പലത്തിലേക്കാണ് പോകുന്നത്. ആനക്കാരും അകമ്പടിയും എല്ലാം ഉണ്ട്. പോലീസുകാരും എല്ലാരെയും കണ്ടല്ലോ. ഈ കാഴ്ച കാണാൻ വേണ്ടിയാണ് ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ തടിച്ചുകൂടി നിൽക്കുന്നത്. ഈ കാഴ്ച കണ്ടു കഴിഞ്ഞ് ഇനി ഞങ്ങൾ തിരിച്ച് യാത്രയാവും. പക്ഷെ ഈ ഒരു പ്രൊസഷൻ കഴിഞ്ഞിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. ആന പുറകിൽ നിന്ന് വരുന്നുണ്ട്. പല ആംഗിളിലായി നിങ്ങൾ ആനയും ദേവിയെയും കണ്ടല്ലോ. ഇനി അവര് മുന്നോട്ട് നടന്ന് ആ വഴി നേരെ അമ്പലത്തിലേക്ക് അങ്ങ് കയറും. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരാൻ പറ്റാത്തവരും അമ്പലത്തിൽ പോയി തൊഴാൻ പറ്റാത്തവരുടെ ഒക്കെ വിഷമം ഒന്ന് മാറിക്കാണുമല്ലോ. എല്ലാവരും മനസ്സ് നിറഞ്ഞ് ഭഗവതിയെ പ്രാർത്ഥിച്ചോളൂ. വിളിച്ചാ വിളി കേൾക്കുന്ന ദേവിയാണ് ആറ്റുകാലമ്മ എന്നെനിക്ക് ഉറപ്പുണ്ട്. എന്റെ അനുഭവം അതാണ് പറയുന്നത്. കവലയില് സ്വീകരണം കഴിഞ്ഞു. ഇനി എല്ലാരും മുന്നോട്ട് നടക്കുകയാണ്. ഈ വർഷത്തെ ഉത്സവ ചടങ്ങുകൾ ഏതാണ്ട് സമാപിക്കാറായിട്ടുണ്ട്. ഇനി അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ്. ഈ ഒരു ചടങ്ങോടെ എല്ലാം ഏതാണ്ട് ഉത്സവത്തിന്റെ കാര്യങ്ങളൊക്കെ തീരും. ആളുകളൊക്കെ ചെറിയൊരു വിഷമത്തിൽ തന്നെയാണ്. ഇത്രയും ദിവസം ഒരാഴ്ചത്തെ ഉത്സവം 10 ദിവസത്തെ ഉത്സവമാണ്. 10 ദിവസത്തെ ഉത്സവം ഏതാണ്ട് സമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. കൂടെ ഞങ്ങളുടെ യാത്രയും നേരെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടുന്ന് ഇനി തിരിച്ച് കൊച്ചിയിലേക്ക്. റെയിൽവേ സ്റ്റേഷനിൽ നല്ല തിരക്കാണ്. അത് സ്വാഭാവികമാണല്ലോ. ഇത്രയും അധികം സ്ത്രീകൾ വന്ന് കുറെ പേരൊക്കെ ഇന്നലെ പോയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഇന്ന് പോകും. ഇനി അടുത്ത വർഷം വരാനായി ദേവി ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുകയാണ്. ലഗേജുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാലും ടിക്കറ്റ് റിസർവേഷനൊക്കെ ഉണ്ട് എന്ന സന്തോഷത്തോടെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ്. ഈ പൊങ്കാല സീരീസ് 3 വീഡിയോസ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. എല്ലാവരും അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ ഗൈസ്. താങ്ക് യു വെരി മച്ച്.